ഈ ചിരി ഈ ട്രെയിനിങ് തുടങ്ങി അവസാനം വരെ നിൽക്കട്ടെ എന്ന് ഞാൻ ആദ്യമായി ആശംസിക്കുന്നു. കാരണം ഈ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. പഠിപ്പിക്കുന്നവർക്ക് പിന്നെ കേൾക്കാനും വലിയ വിമുഖതയുണ്ടാവും. സാധാരണ അധ്യാപകരെ പറ്റി പറയല്ലേ, പഠിച്ചതൊന്നും മറക്കാത്തവരും പുതിയതായിട്ടൊന്നും പഠിക്കാത്തവരും പറഞ്ഞിട്ട് ആരോപണം നിങ്ങളുടെ പേരിലുണ്ട്. നിങ്ങൾക്കെങ്കിലും അത് ഉണ്ടാകാതിരിക്കട്ടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ആരോപണമുണ്ട് കേട്ടോ, പഠിച്ചതൊന്നും മറക്കത്തില്ല, പുതിയതായിട്ടൊന്നും പഠിക്കത്തില്ല. ഇങ്ങനെയുള്ളവരാണോ? ആണോ? സെൽഫ് എസ്റ്റീം എന്ന് പറയും. അപ്പോൾ സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കഴിവിനൊത്ത സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ജോലിയാണോ നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്? സെൽഫ് എസ്റ്റീം ഉണ്ട്. ലാസ്റ്റ് വൺ ഈസ് സെൽഫ് ആക്ച്വലൈസേഷൻ. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ്, നിങ്ങൾ അതിന്റെ എംപോഡിമെന്റ് ആയി തീരണം. എനിക്ക് പാട്ട് പാടാൻ അറിയാം, ഞാൻ നാട്ടിലെ നല്ലൊരു പാട്ടുകാരനാണ്, അത് പോരാ. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരുപാട് പാട്ടുകൾ പാടി, സിനിമയിൽ പാടി, ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു സിംഗറായി മാറണം. അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് തൊട്ട് മുമ്പുള്ള സെൽഫ് എസ്റ്റീം എന്ന് പറയാൻ നിങ്ങളുടെ ആ കഴിവിൽ നിങ്ങൾക്ക് തന്നെ എന്ത് വേണം? ബിലീവ്, വിശ്വാസം വേണം. വിശ്വാസം, സെൽഫ് എസ്റ്റീം ഉള്ളവരായിരിക്കും. ഈ സെൽഫ് എസ്റ്റീം ഉള്ള ഒരു അധ്യാപകൻ നടക്കുന്നത് വളരെ അഭിമാനത്തോടു കൂടിയായിരിക്കും, വളരെ വേഗതയിലായിരിക്കും. അവന്റെ എല്ലാ മൂവ്മെന്റ്സിലും എന്തുണ്ടാവും? അല്പം വേഗത കൂടുതലായിരിക്കുകയും ചെയ്യും. ഇതാണ് സെൽഫ് എസ്റ്റീമിന്റെ പ്രത്യേകത. സോ സെൽഫ് എസ്റ്റീം ഉള്ള ഒരു അധ്യാപികയായി മാറാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കും. തീർച്ചയായും നമുക്കൊക്കെ അതിന് സാധിക്കുകയും ചെയ്യും. ചെയ്യേണ്ടത് നമ്മളുടെ കഴിവിനൊത്ത ജോലിയാണോ ഞാൻ ചെയ്യുന്നത് എന്ന് ചിന്ത ഉണ്ടാക്കുക. തീർച്ചയായും ആ കഴിവിൽ കൂടുതൽ കൂടുതൽ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി, എന്ത് ചെയ്യാൻ വേണ്ടി? കൂടുതൽ കൂടുതൽ ഷൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈ ഷൈനിങ് എന്ന് പറഞ്ഞാൽ പറയാറുണ്ട്, ഈ ഷൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷാർപ്പൻ യുവർ ആക്സ് എന്ന് പറയാറുണ്ട് ഞങ്ങൾ ട്രെയിനേഴ്സ്. ഷാർപ്പൻ യുവർ റെഡി? എല്ലാവരും കൈകളെ അബ്സല്യൂട്ട്ലി ഫ്രീ ആണല്ലോ. മൈനർ കോൺസെൻട്രേഷൻ ഗെയിമിലേക്ക് വരാം. ഇതിൽ ജയിക്കുന്ന ആൾക്ക് തീർച്ചയായും എന്റെ ഒരു സമ്മാനം ഉണ്ടായിരിക്കും. സന്തോഷം എല്ലാവരും. ഞാൻ രാം എന്ന് പറഞ്ഞ് എന്തെങ്കിലും തുടങ്ങുമ്പോൾ മാത്രമേ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാവൂ. രാം എന്ന് പറഞ്ഞ് ഞാൻ എന്തെങ്കിലും പറയുമ്പോഴേ നിങ്ങൾ ചെയ്യാവൂ. ഞാൻ പറയുന്നതൊന്നും ചെയ്യും. ജാഫർ എന്ന് പറയുന്നത് ഞാൻ പറയുന്നതൊന്നും ചെയ്യും. ജാഫർ രാം എന്ന് പറഞ്ഞ് ഒരു കാര്യം പറയുമ്പോൾ മാത്രമേ എന്തെങ്കിലും ചെയ്യാവൂ. ഇത് മാത്രം. റെഡി? ഒരു സന്തോഷമല്ല, ഒരു മത്സരം പങ്കെടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ വേണം, വേണ്ടേ? ആരോ ഒരാൾ പിന്നീടുണ്ടാവും. എഴുന്നേറ്റ് എല്ലാവരും ഈ ആളുകളൊക്കെ അവിടെ ഇരിക്കും. ഈ ആളുകളൊക്കെ അവിടെ ഇരിക്കും. ഇപ്പൊ എഴുന്നേറ്റ് നിന്നവരൊക്കെ അവിടെ ഇരിക്കും. ഇപ്പൊ എഴുന്നേറ്റ് വരയ്ക്കുന്നതാണ്. ഈ എഴുന്നേക്കാത്തവരുണ്ടായിരുന്നില്ല, അവരൊന്നും എഴുന്നേറ്റ്. ശരി, thank you. Ram says, raise your both hands. Down. Down പറയാൻ പോയി. ടീച്ചർ നല്ല ശ്രദ്ധിച്ചിരുന്നു. ഒരു അവസരം കൂടി 4 പേർക്ക് കൂടി തരാം. Stand up, Ram. Ram says, sit down. Stand up. Ram says, stand up. Ram says, raise your right hand. Down. Ram says, raise your left hand. ഞാൻ ഇന്ന് മറ്റേ ഡൗൺ ചെയ്യാൻ പറഞ്ഞില്ല. Your good name? രഹന താജ് വിന്നറായി മാറിയിരിക്കുന്നു. നമുക്കൊരു സമ്മാനം കൊടുക്കാം. തീരവും പിരിയും വേളയിൽ എന്തിനും വന്നു നീ പൂത്തിങ്കളേ
നെഞ്ചിലൊരും മുന്നാഴി കനവ് പൂത്തുനിന്ന കടമ്പിലെ കുങ്കുമപ്പുഞ്ചപ്പുകൾ ആരാമൈ പന്തലിൽ തോന്നുപോയെന്നോ മധുരമില്ലാതെ നീത്തിരിനാളമില്ലാതെ മധുരമില്ലാതെ നീത്തിരിനാളമില്ലാതെ കല്യാണം ഞാൻ പറയുന്നത് കേൾക്കുന്നുള്ളൂ. തലേന്നാൾ കല്യാണം, തലേന്നാൾ കല്യാണം. കണ്ണൂരിലാണ് കല്യാണം, കണ്ണൂരിലാണ് കല്യാണം. പുറത്താരെയും വിളിച്ചിട്ടില്ല, പുറത്താരെയും വിളിച്ചിട്ടില്ല. മനസ്സിലൊന്നും തോന്നരുത്, മനസ്സിലൊന്നും തോന്നരുത്. അരക്കെട്ട് പപ്പടവുമായി, അരക്കെട്ട് പപ്പടവുമായി മുട്ടിൽ വകി, മുട്ടിൽ വകി കാലേ കുട്ടി വല്ലോ, കാലേ കുട്ടി വല്ലോ. മാനേജ്മെന്റിലെ എല്ലാവരും ഞാൻ പരിചയപ്പെട്ട് നല്ല കഴിവുള്ള ആളുകളാണ്, സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നവരാണ്. തീർച്ചയായും അവരോടൊക്കെയുള്ള എൻ്റെ നന്ദി, ഒപ്പം എന്നെ കേട്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയിക്കുന്നു. താങ്ക് യു സോ മച്ച്. നല്ലൊരു ദിവസം നമ്മളിവിടെ ചെലവഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ വീട്ടിലിരുന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എത്രയോ ഒരു കാര്യം നമ്മൾ പഠിക്കുമായിരുന്നു. എന്തൊക്കെയോ പഠിച്ചു, കുറേ കാലം കൊണ്ട് പഠിപ്പിക്കുന്നു എങ്കിലും ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇടയ്ക്ക് വീണ്ടും വേണമെങ്കിൽ പറയാം. അവിടുന്ന് വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പിലേക്ക് എന്നെ കൊണ്ട് എത്തിക്കാൻ ഈ ക്ലാസ്സിന് കഴിഞ്ഞിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നത് എൻ്റെ മനസ്സുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ, മറന്നുപോയ കാര്യങ്ങൾ വീണ്ടും എന്നിലേക്ക് എത്തിച്ചേർന്ന സാറിന് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ മാത്രമല്ല എൻ്റെ കൊലീഗ്സിൻ്റെ ഇതിൽ കൂടി ഞാൻ ഈ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സർ. എല്ലാ വർഷവും ഏകദേശം കഴിഞ്ഞ വർഷം എടുത്ത എല്ലാ കൊല്ലവും നമുക്ക് മോട്ടിവേഷൻ ക്ലാസ് ലഭിക്കാറുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് 4 hours, അതായത് നമ്മൾ 10:30 തുടങ്ങിയപ്പോൾ 3:30, അത് 3.5 മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടിരിക്കുന്നത് ഈ ഒരു ക്ലാസ്സിലാണ്. പക്ഷെ ഒരു ബോറടി പലപ്പോഴും സാറിൻ്റെ സംസാരത്തിൽ എനിക്കിങ്ങനെ നമുക്ക് കോരിത്തിരിപ്പുണ്ടാക്കുന്ന രീതിയിലേക്ക് സാറിൻ്റെ വർത്തമാനങ്ങൾ പലപ്പോഴും പോയിട്ടുണ്ട്. അല്ലെ, അങ്ങനെ ഒരു മോട്ടിവേഷൻ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. തുടക്കത്തിൽ ഇവിടെ വന്നപ്പോഴത്തേക്ക് ക്ലാസ് ഇപ്പം 3:30 വരെ എങ്ങനെ ഇരിക്കുക എന്നൊക്കെയുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് ഡൈവേർട്ട് ആയി പോയി കഴിഞ്ഞാലും നല്ല കഥകളിലൂടെ, അതായത് ചെറിയ കഥകളാകുമ്പോഴത്തേക്ക് എല്ലാവരും വളരെ ഇൻട്രസ്റ്റിങ്ങോടെ ആ കഥ കേൾക്കാൻ കൊച്ചു കുട്ടികളെ പോലെ വളരെ താല്പര്യത്തോടെ ആയിരിക്കും. ആ ഓരോ കഥകളിലും വരുന്ന സന്ദേശങ്ങൾ അത് ടീച്ചേഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരുപാട് നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തില് കഥകള് സന്ദേശത്തിലൂടെ പറഞ്ഞു തന്ന സാറ് ആ ഒരു രീതി എനിക്ക് വളരെ അത്ഭുതം തോന്നി. കാരണം നമ്മളിപ്പോ 40 മിനിറ്റ് അല്ലെങ്കിൽ 45 മിനിറ്റ് ഒരു ക്ലാസ്സില് നമ്മൾ പഠിപ്പിക്കുന്ന ടൈമില് നമ്മൾ നിന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മളൊരു റൗണ്ട് ഒന്ന് കറങ്ങി വരുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നും. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് ലാസ്റ്റ് ഇരിക്കുന്ന ആളുടെ അടുത്ത് അവരുടെ ശ്രദ്ധ വരെ എത്തുന്ന രീതിയിൽ സാർ ഫുള്ള് എല്ലാം കവർ ചെയ്ത് ആ ബോഡി മൂവ്മെന്റ്സ് ഒക്കെ നമുക്ക് സത്യം പറയാം അതൊക്കെയാണ് നോക്കി നമുക്ക് അത്ഭുതപ്പെട്ടു പോയി. പിന്നെ ഈ കഥകള് അതൊക്കെ നല്ല രീതിയിലുള്ള വായന സാറിനുള്ളെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്കൊരു മോട്ടിവേഷനാണ് തരുന്നത്. അപ്പൊ ഞാനിത് വിചാരിക്കുമായിരുന്നു, സാറ് കോഴിക്കോട് നിന്ന് ഇങ്ങനെ വരെ വരുന്ന സമയത്ത് മാക്സിമം നമുക്കിവിടെ ഒരു ക്ലാസ് നടത്താൻ വേണ്ടി സാർ എടുക്കുന്ന ആ എഫേർട്ട് മാക്സിമം സാർ ആ ടൈം യൂസ് ചെയ്തിട്ട് നമുക്ക് എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇത്ര നല്ല രീതിയിൽ ഒരു ക്ലാസ് തന്ന സാറിന് ഞങ്ങളുടെ പേരിൽ ഒരുപാട് നന്ദിയുണ്ട് തീർച്ചയായും. പിന്നെ ഇവിടെ പറഞ്ഞ ഒരുപാട് കഥകള് എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഡോക്ടർ രാധാകൃഷ്ണൻ മറ്റൊരിടത്ത് പോയിട്ട് അവിടെ ആ പ്രസൻസിൽ അവിടെ നമ്മുടെ ഇന്ത്യയെ കുറിച്ച് മോശമായി സംസാരിക്കുമ്പോ അവിടെ അദ്ദേഹം പറഞ്ഞ ആ കഥ, ആ ദോഷം ചുട്ട കഥയെന്ന് പറയുമ്പോൾ ആദ്യം ഞങ്ങൾ ഇൻട്രസ്റ്റോടെ ഇരുന്നു. പക്ഷെ ഞങ്ങൾക്കത് ഒരുപാട് തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു വളരെ മോട്ടിവേഷൻ തരുന്ന തരത്തിലായിരുന്നു. ഇപ്പൊ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് എനിക്കതൊരു കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നി. അതെന്റെ ഒരു താങ്ക്സ് സാറിനെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിത് തീർച്ചയായിട്ടും അത്
വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ ഞങ്ങൾക്കുള്ള ക്ലാസ് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും 2 ദിവസമായിട്ട് വളരെ ആകാംക്ഷയോടെയാണ് ഈ ക്ലാസ്സിനെ അതായത് ഒരു ദിവസം മുന്നേ നമ്മുടെ പേരൻസിനും കുട്ടികൾക്കുമുള്ള ക്ലാസ്സിനെ കുറിച്ച് നല്ലൊരു അഭിപ്രായമാണ് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ വന്നിരുന്നത്. അതുകൊണ്ട് ടീച്ചേഴ്സ് വളരെ ആകാംക്ഷയോടുകൂടി സന്തോഷത്തോടുകൂടി ഇരിക്കുക എന്നൊരു സത്യസന്ധമായ കാര്യം തന്നെയായിരുന്നു. ഈ ക്ലാസ്സിൽ നിന്നും മനസ്സിലായി നമ്മൾ സാറിവിടെ സൂചിപ്പിച്ച കുറേ കാര്യങ്ങൾ ഞങ്ങൾ അധ്യാപകരുടെ നിലയിൽ കുറേ തെറ്റുകൾ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ടായിരുന്നു. സാർ അതിൻ്റെ തെറ്റുകൾ ഞങ്ങളെ മനസ്സിലാക്കി തന്നു, ഞാൻ ഉൾപ്പെടെയുള്ള അധ്യാപകരെ മനസ്സിലാക്കി തന്നു. നിങ്ങൾ അടുത്ത വർക്കിംഗ് ഡേ മുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ എല്ലാ സഹപ്രവർത്തകരും ഇതേ രീതിയിലുള്ളൊരു ക്ലാസ് ആയിരിക്കും, അല്ലെ ഇതേ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡായിരിക്കും നമ്മൾ അധ്യാപകർ എന്ന നിലയിൽ നമ്മൾ സ്കൂളിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വളരെ ശക്തമായിട്ട് ഞാൻ പറയുകയാണ്. ഉറപ്പിച്ച് എൻ്റെ മനസ്സിരുത്തി ഞാൻ പറയുകയാണ്. അതുപോലെ ഇങ്ങനൊരു ക്ലാസ് സംഘടിപ്പിച്ച് തന്നാൽ ആദ്യം ഞാൻ സമീം സാറിനാണ് നന്ദി പറയേണ്ടത്. സാർ ഇവിടെ ഇല്ലെങ്കിലും രാവിലെ മുതൽ ഓരോ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ടീച്ചേഴ്സ്, എങ്ങനെയുണ്ട് ക്ലാസ്. കാരണം ഇത്രയും ഒരു ക്ലാസ് സംഘടിപ്പിച്ച് തന്ന സമീം സാറിനാണ് ആദ്യം നന്ദി പറയേണ്ടത്. ഞങ്ങൾ സത്യത്തിൽ ഞാൻ 22 വർഷമായി ഇവിടെ വന്നിട്ട് ഈ 22 വർഷത്തിനുള്ളിൽ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ് കണ്ടിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ബോറടിച്ച് അങ്ങ് പോകുന്ന ഒരു പ്രകൃതമാണ് കാണുന്നത്. പക്ഷെ ഇത് ആദ്യം മുതൽ അവസാനം വരെയും ഒരേ രീതിയിൽ ഇത്രയും മണിക്കൂറുകൾ പോയത് അറിയാതെ ഇരുന്ന ഒരേ ഒരു ക്ലാസ്സാണിത്. ഇനിയും ഞങ്ങൾ സാറിന് ഇത് പ്രതീക്ഷിച്ചോളൂ. നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളോട് ഇല്ലെങ്കിലും പ്രിൻസിപ്പൾ, വൈസ് ചെയർമാൻ ഷീബ ടീച്ചർ, വൈസ് പ്രിൻസിപ്പൾ ഷീബ ടീച്ചർ, പിന്നെ സ്കൂളിൻ്റെ മാനേജിംഗ് ഡയറക്ടേഴ്സ്, പിന്നെ നട്ടെല്ലായിരിക്കുന്ന സക്കീർ സാറിൻ്റെ ഈ ഒരു നോട്ടത്തിലാണ് നമ്മുടെ സ്കൂളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മുന്നോട്ട് പോകുന്നത്. സാറിന് എല്ലാവർക്കും, ഷെൽബീർ സാർ, ഈ ബിൽഡിങ്ങിനെ താങ്ങി നിർത്തുന്ന ശക്തനായ ഷെൽബീർ സാറിനും, പിന്നെ നമ്മുടെ സത്യം പറഞ്ഞാലേ ഷീബ ടീച്ചർ പറഞ്ഞാലേ എല്ലാ മോട്ടിവേഷൻ ക്ലാസ്സും സത്യത്തിലൊരു മോട്ടിവേഷൻ ഇല്ലാതെ നമ്മൾ ചലനം വച്ചിരിക്കുന്ന ഒരു ക്ലാസ്, അങ്ങനെ ഒരു ക്ലാസ് ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷെ രക്ഷകർത്താക്കളുടെ ഇടയിൽ നിന്നും ഞാൻ അന്വേഷിച്ചപ്പോൾ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ ഞങ്ങൾക്ക് കിട്ടിയത്. അത് അറിയാൻ വേണ്ടി അത് കൗതുകപരമായി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാലേ ഉച്ചയ്ക്ക് ഉണ്ണുന്ന സമയം പോലും നമ്മൾ മറന്നു വരുന്നത്. സാധാരണ 12:30 ആകുമ്പോൾ നമുക്ക് വിശപ്പ് വരുന്നതാണ്. ഈ വിശപ്പ് പോലും മറന്നിട്ട്, സത്യമല്ലേ, എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. സാധാരണ ഞാൻ ഒരു ഉച്ചയാകുമ്പോൾ സാറ് അതെന്ന് പറയാൻ ഞാൻ രാവിലെ 6 മണിക്ക് ഇറങ്ങുന്നത്. ട്യൂഷൻ സെന്റർ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ചിലപ്പോൾ കഴിക്കാറില്ല. ഇവരൊക്കെയാണ് എന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കുന്നത്. അങ്ങനെയാണ് സാർ, ഇവരെന്റെ അന്നദാന പ്രഭുക്കളാണ്. എൻ്റെ അവസ്ഥ അറിയാവുന്നതാണ്. പിന്നെ ഇവിടെ വന്ന് സത്യം പറയാൻ അതുപോലെ ഞാൻ മറന്നിട്ട് ഉച്ചയ്ക്ക് സാറ് പറയുന്നത് ഇപ്പൊ സമയത്ത് 1:30 സാർ എടുത്തോളൂ, എന്നിട്ട് ഞങ്ങൾ പേസ് മൊത്തം എടുത്തിട്ട് മതി എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷം മനസ്സിൽ സത്യം പറഞ്ഞാൽ ഇത്രയും സമയം പോലും നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞ ഒരു വലിയ സന്തോഷമാണ്. ഇപ്പൊ അതിനൊക്കെ ഇത്രയും നേരം ഞങ്ങളെ ബോറടിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത സാറിനും നന്ദി പറയാൻ വാക്കുകളില്ല. എങ്കിലും എൻ്റെയും സ്ഥാപനത്തിൻ്റെയും എൻ്റെ സഹപ്രവർത്തകരുടെ പേരിൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് എൻ്റെ നന്ദിയുടെ വാക്കുകൾ വാങ്ങിക്കുറിച്ചു. ഞങ്ങൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എന്ന ജാഫർ സാർ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ഞാനും നേടും A+. ഈ ബുക്ക് ചെറുതായിട്ട് 2-3 ചാപ്റ്റേഴ്സ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എഴുതിയത് കുട്ടികളെ നോക്കിയിട്ടാണ് എങ്കിലും നമ്മൾ ടീച്ചേഴ്സ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കഥകളും ഒരുപാട് അനുഭവങ്ങളും കുട്ടികൾക്കും പങ്കുവെക്കാൻ സാധിക്കും. സാവ് ഈ ബുക്ക് നമ്മുടെ ലൈബ്രറിയിലേക്ക് തരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ അതിഥി ജാഫർ സാറിനെയും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ ഷീബ മേമനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.